ആദ്യമായിട്ട് ഗൾഫിലെത്തിയപ്പോൾ എൻ്റെ വെയിറ്റ് 72 കിലോ. ഗൾഫ് നിർത്തി നാട്ടിലെത്തിയപ്പോൾ എൻ്റെ വെയിറ്റ് 84 കിലോ. എങ്ങനെ അങ്ങനെ ആയി എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ. ഈ കാണുന്ന ഷവർമ്മ ഞാൻ അവിടെ പോയി 1.5 വർഷത്തോളം കഴിക്കാത്തൊരു ഐറ്റം ആയിരുന്നു. പക്ഷേ ഒരിക്കൽ കഴിച്ചുള്ളൂ, പിന്നെ അഡിക്റ്റായി. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനം ഈ ബർഗറാണ്, സിംഗർ ബർഗർ. ഒരിക്കലും കേരളത്തിൽ കിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുള്ള ഒരേ ഒരു സാധനം. ഇത് കഴിക്കണേ അങ്ങോട്ട് തന്നെ പോകണം. ഗൾഫിലെ നോൻപ് കാലങ്ങളിലൊക്കെ പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞങ്ങൾ വണ്ടിയിലൊക്കെ ഇരുന്ന് ആരും കാണാതെ ഇങ്ങനെയാണ് കഴിക്കാറുള്ളത്. ഞാൻ അവിടെ വെച്ച് കഴിച്ചിട്ടുള്ളതിൽ പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു ഐറ്റമാണ് ഈ ഷവായ. കിഴങ്ങ് പോലെ ഇരിക്കുന്ന ഈ ഷവായ അവൻ കടിക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം. ഇനിയിപ്പോൾ റൂമിൽ കുക്ക് ചെയ്യണമെങ്കിൽ ഞങ്ങളോട്ട് മോശമല്ല കേട്ടോ. ചെമ്മീനായാലും ചെമ്മീൻ്റെ തലയിലും വെറൈറ്റി എന്ത് വേണമെങ്കിൽ ഞങ്ങളുടെ റൂമിൽ കുക്ക് ചെയ്യും. തണുപ്പായി കഴിഞ്ഞാൽ ഇതേപോലെ കോഴി ചൂടലാണ് പതിവ്. ഈ കാണുന്നവനുണ്ടല്ലോ, ഇവൻ എന്ന് ഗൾഫിൽ കാല് കുത്തിയോ അന്ന് തൊട്ട് എൻ്റെ വെയിറ്റ് കൂടാൻ തുടങ്ങിയാണ്. ഞാൻ എന്ത് വാങ്ങിയാലും അതിൻ്റെ പകുതി ഇവന് കൊടുക്കണം, ഇവൻ എന്ത് വാങ്ങിയാലും അതിൻ്റെ പകുതി എനിക്കണം. അതാണ് ഞങ്ങൾ തമ്മിലൊരു ഒപ്പന്തം. പക്ഷേ ഇടയ്ക്ക് ഇവൻ അവൻ്റെ സ്വഭാവം കാണിക്കും. ചെമ്മീൻ അത് എന്നും ഞങ്ങൾക്കൊരു വീക്ക്നെസ് ആയിരുന്നു. ഞങ്ങൾ ഏറ്റവും കൂടുതൽ റൂമിൽ വാങ്ങിക്കുന്ന മീൻ ഐറ്റം ചെമ്മീനായിരുന്നു. ചെമ്മീൻ ഒരു മീനാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതുപോലെ ഫുഡ് ഉണ്ടാക്കി സ്വയം തൃപ്തി അടയിലാണ് എൻ്റെ ഹോബി. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത്രയ്ക്ക് വലുപ്പമുള്ള മാന്തളൊക്കെ ഞാൻ ഗൾഫിൽ നിന്ന് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. നാട്ടിലെ കിട്ടുമായിരിക്കും, പക്ഷേ എൻ്റെ ഇവിടെ നിന്ന് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഈ കാണുന്ന ഫുഡൊക്കെ ഞാൻ ഒറ്റയ്ക്ക് കഴിക്കുന്നതാണ് കേട്ടോ. പക്ഷേ ഈ കടല കോവയ്ക്കല്ല, ആ കാണുന്ന മീൻ വറുത്തതൊക്കെ. പിന്നെ ഗൾഫിൽ പോർക്ക് കിട്ടില്ല എന്നാരാ പറഞ്ഞ്? ഗൾഫിലെല്ലാം കിട്ടും, പക്ഷേ അതിന് സ്പെഷ്യൽ കൗണ്ടർ ഉണ്ടാവും. ഇതൊക്കെ ഞങ്ങളുടെ നല്ല കസ്റ്റമേഴ്സ് ഞങ്ങൾക്ക് വേണ്ടി തരുന്നൊരു കാര്യമാണ്. അജ്മാനിൽ എവിടെ പുതിയ കട ഓപ്പൺ ആയാലും അവിടുത്തെ മെനു കട ഞങ്ങൾ തൂക്കിയിട്ട് വന്നിരിക്കും. ഈ കാണുന്ന ചെമ്മീൻ, ടൈഗർ പ്രോൺസ്, ഞങ്ങൾ മാർക്കറ്റിൽ നിന്ന് തന്നെ വാങ്ങിച്ച് അവിടെ നിന്ന് തന്നെ ചൂടാൻ കൊടുത്ത് അത് വണ്ടിയിൽ നിന്ന് തിന്നുന്നൊരു കാഴ്ചയാണ്. ടൈമില്ലാത്തതുകൊണ്ടാട്ടോ, അല്ലാതെ ആക്രാന്തം മൂത്തിട്ടൊന്നും അല്ലേ. പുറമേ എന്തൊക്കെ അറബിക് ഫുഡ് കഴിച്ചാലും രാത്രി കിച്ചണിൽ ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ ആയിരിക്കും. നല്ല കായും ബീഫും, പിന്നെ നല്ല മട്ടൻ ചാപ്സ്. ഈ മട്ടൻ ചാപ്സിന് ഒരു കഥയുണ്ട്. എന്താ പറയുക, ഈ മട്ടൻ കിട്ടിയത് ഞങ്ങൾക്കൊരു അറബിയെന്നാണ്. അതിൻ്റെ ഗ്യാസ് കുറ്റി കൊണ്ട് അടിച്ചടിച്ച് ഉടച്ചിട്ടാണ് അത് ഞങ്ങൾ കുക്ക് ചെയ്ത് കഴിച്ചത്. അതാണ് അതിൻ്റെ ഷേപ്പൊക്കെ അങ്ങനെ. പിന്നെ നല്ല മട്ടൻ ബിരിയാണി. ഇതെന്താണെന്നറിയോ? പറഞ്ഞുതരാം. എനിക്ക് മൂത്രത്ത് കല്ല് വരാനുള്ള കാരണം എന്താ വെച്ച് പറഞ്ഞാൽ, ഫുഡ് കഴിച്ച് ഒരുപാട് തടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഡയറ്റ് എടുക്കും. ഡയറ്റ് എന്ന് പറഞ്ഞാൽ അതിലും ഭ്രാന്താണ്. ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരേ ജ്യൂസ് കൂടി, അങ്ങനെയാണ് മുഖത്ത് കല്ല് വന്നത്. പിന്നെ ഈ കോഴീൻ്റെ കാല് എന്നും ഇവൻ അവകാശപ്പെട്ടാണ്. ഇവനും എൻ്റെ ഏട്ടനെ കാണാനില്ല. ഇവനാണ് എന്നെ തടി കൂട്ടാനുള്ള മെയിൻ കാരണം. ഇവൻ തടി വയ്ക്കില്ല, പക്ഷെ ഞാൻ തടി വയ്ക്കും. ഇത് ഞങ്ങൾ അവിടെ നിന്ന് ഓർഡർ കൊടുക്കാൻ പോയി ഇവിടെ മുരിങ്ങക്കോല് കട്ടിട്ട് വന്നതാണ്. അതായിരുന്നു അന്നത്തെ ദിവസത്തെ ഞങ്ങളുടെ രാത്രിയിലത്തെ ഭക്ഷണം. ചില കസ്റ്റമേഴ്സ് ഇതേപോലെ ഞങ്ങൾക്ക് ഇത്തിരി നല്ല സാധനങ്ങളൊക്കെ ഗിഫ്റ്റായിട്ട് തരാറുണ്ട്. ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ. പിന്നെ അവിടെ പോയി 3 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു ഐറ്റം കാണുന്നത്. അതുകൊണ്ട് അപ്പം തന്നെ വാങ്ങിയ ഒരു 3 ലിറ്റർ. അടുത്ത വീഡിയോയിൽ എൻ്റെ ഈ വണ്ടീനെ കുറിച്ചിട്ടുള്ള ഒരു അടിപൊളി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥകൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വീണ്ടും കാണാം. ഓക്കെ, ബൈ.